ഇതൊരു യാത്രയാണ്, ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സംസ്കാരത്തിന്റെ പുതുനാളുകളിൽ വിദേശ മിഷണറിമാരുടെ വിസ്മയകരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ ഈ നാടിന്റെ ആത്മീയതയ്ക്ക് വീര്യം പകർന്നത് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. തുടർന്ന് തീഷ്ണമതികളായ വൈദികരും ഉപദേശിമാരും ആ വീര്യം കെടുത്താതെ കാത്തുസൂക്ഷിച്ചതിന്റെ തിളങ്ങുന്ന ഉദാഹരണങ്ങളാണ് പുനലൂർ രൂപതയിൽ ഉൾപ്പെടുന്ന ഈ മിഷൻ പ്രദേശങ്ങൾ. ഇനി നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് പരിചയപ്പെടുത്തുവാൻ ഒരു സബ്സ്റ്റേഷൻ കൂടി ബാക്കി. ഏരൂർ ദൈവാലയത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായിട്ട് ഐലറ എന്ന് പറയുന്ന പ്രകൃതി സുന്ദരമായ പ്രദേശത്ത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിൽ 5ാമത്തെ കുഞ്ഞു ദൈവാലയം. ഈ സബ്സ്റ്റേഷനിലും ഏതാണ്ട് 30ഓളം കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുണ്ട്. സെന്റ് മേരീസ് കിണറ്റുമുക്ക് കപ്പേള ഐലറ. സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കിണറ്റുമുക്ക് ഐലറ. ആയിരത്തി 1973-74 കാലഘട്ടത്തിൽ സ്ഥാപിതമായ ഈ പള്ളി ആദ്യം സെന്റ് സേവിയർ ചർച്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് വലിയ വനമായിരുന്നു. ഇവിടത്തെ മദ്ബഹ, അൾത്താര, ഈശോയുടെ ക്രൂശിത രൂപം, വിശുദ്ധ യൗസേപ്പിതാവ്, പരിശുദ്ധ മാതാവ്, ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദ എന്നിവരുടെ രൂപങ്ങൾ, ഉയർപ്പ് രൂപവും കാണാം. ഒരു കാലത്ത് സർക്കാർ ഈ ഭൂമി ഭൂരഹിതർക്ക് വീതിച്ചു നൽകി. അങ്ങനെ പല സ്ഥലത്തുനിന്നും ഇവിടെ വന്ന് കുടിലുകൾ കെട്ടി താമസമാക്കിയവരുടെ ആരാധനാവശ്യങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ചാപ്പൽ. സമീപം തന്നെ മലങ്കര പള്ളിയും മുസ്ലിം പള്ളിയും
സ്ഥിതി ചെയ്യുന്നുണ്ടിവിടെ. അക്കാലത്ത് ചാപ്പൽ നിർമ്മിക്കുന്നതിന് സ്ഥലം നൽകിയത് സാമുവൽ എന്ന വ്യക്തിയാണ്. ഹാരിസ് ഡിസൂസ അച്ഛൻ, മാനുവൽ ഉപദേശി, അൽഫോൻസ് എന്നിവരുടെ പ്രവർത്തനവുമാണ് 1984 ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായിച്ചത്. കുളത്തുപുഴ സ്റ്റെല്ല മാരീസ് കോൺവെന്റിലെ സിസ്റ്റേഴ്സാണ് ഇവിടെ മതബോധനത്തിന് നേതൃത്വം നൽകുന്നത്. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളും സാഘോഷം ഇവിടെ കൊണ്ടാടുന്നു. ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് ഇവിടത്തെ ആത്മീയ കാര്യങ്ങളിൽ സജീവമായി നിലകൊള്ളുന്നത്. മുൻ വികാരി ബൈജു സേവ്യർ OSJയുടെ ആത്മീയ നേതൃത്വവും ഇവർക്ക് കൂടുതൽ കരുത്ത് പകർന്നു. ഇതിനോട് ചേർന്ന് സിനിത്തേരിയും സ്ഥിതി ചെയ്യുന്നു. ഒബ്ലേറ്റ്സ് ഓഫ് സെയിന്റ് ജോസഫ് എന്ന സന്യാസ സഭ കുളത്തുപുഴ സെയിന്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക ദേവാലയത്തിന്റെ അജപാലന ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്. തുടർന്ന് 1996 സഭയ്ക്ക് സ്വന്തമായി ഒരു ഭവനം ഇവിടെ വാങ്ങുകയുണ്ടായി. തിങ്കൽക്കരിക്കത്ത് മരിയഗിരി എന്ന പേരിൽ ഈ സന്യാസ സമൂഹം ഈ ഭവനത്തിൽ താമസമാക്കുകയും നോവിഷ്യറ്റ് ഹൌസായി ഈ ഭവനത്തെ ഇറക്റ്റ് ചെയ്യുകയും ചെയ്തു. 1996 മുതൽ OSJ സഭയിലെ ഇന്നത്തെ പല യുവവൈദികരും തങ്ങളുടെ നോവിഷ്യറ്റ് കാലഘട്ടം ചിലവഴിച്ചത് ഈ സന്യാസ ഭവനത്തിലാണ്. ഇപ്പോഴാകട്ടെ നോവിഷ്യറ്റ് തെങ്കാശിയിലുള്ള മറ്റൊരു ഭവനത്തിലേക്ക് മാറ്റിയതിനാൽ സെമിനാരി വിദ്യാർത്ഥികളുടെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റലൻസി പ്രീ നോവിഷ്യറ്റ് കാലഘട്ടമാണ് ഇവിടെ രൂപവൽക്കരണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ബ്രദേഴ്സിന്റെ രൂപവൽക്കരണത്തിനായി അവരെ നോക്കുന്ന മാസ്റ്റർച്ചനും അവരോടൊപ്പം ഈ ഭവനത്തിൽ താമസിക്കുന്നു. മരിയഗിരി എന്ന നമ്മുടെ ഈ സന്യാസ ഭവനത്തിന്റെ ഭാഗമായി തന്നെ ഒബ്ലേറ്റ്സ് ഓഫ് സെയിന്റ് ജോസഫ് എന്ന ഈ സഭ സെയിന്റ് ജോസഫ് മറെല്ലോ ഹോസ്റ്റൽ എന്ന പേരിൽ വീടുകളിൽ പഠിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൺകുട്ടികൾക്കായി ഒരു ഹോസ്റ്റൽ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഹോസ്റ്റല് നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛന്റെ കീഴില് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുടെ വിവിധ മേഖലകളിലായിട്ട് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന 25ഓളം ആൺകുട്ടികൾ ഇപ്പോൾ ഈ ഹോസ്റ്റലിൽ ചേർന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടവകയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 സന്യസ്ത ഭവനങ്ങളുടെയും പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇടവക സമൂഹത്തെ ആത്മീയതയിൽ നിലനിർത്തുവാൻ ഇവർ വഹിക്കുന്ന പങ്ക് പ്രശംസനീയം. ജനങ്ങളുടെ അതിരറ്റ വിശ്വാസ തീക്ഷ്ണതയാണ് ഈ കൊച്ചു ദേവാലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് ദൂരങ്ങളിൽ മലനിരകളിലും കീഴ്ക്കാന്തൂക്കായ പ്രദേശങ്ങളിലും കഴിയുന്ന അവർ ഒരുപക്ഷെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ നഗരഹൃദയത്തിലുള്ള ദൈവാലയത്തിലേക്ക് എത്തിച്ചേരുന്നത്. തങ്ങളുടെ വിശ്വാസ തീക്ഷ്ണത കൊണ്ട് ഏറ്റവും സ്നേഹത്തോടുകൂടെ ദൈവാലയത്തിലെ എല്ലാ തിരുക്കർമ്മങ്ങളിലും അവർ പങ്കെടുക്കുന്നു.
ഈ ഇടവകയുടെ അജപാലന ശുശ്രൂഷയില് 1994 മുതൽ ഒബ്ലേറ്റ്സ് ഓഫ് സെയിന്റ് ജോസഫ് യൗസപിതാവിന്റെ സമർപ്പിത സഭയാണ് നേതൃത്വം നൽകുന്നത്. കൂടാതെ അനൗൺസിയേഷൻ കോൺവെന്റും സ്റ്റെല്ല മാരിസ് കോൺവെന്റും അതിലെ സിസ്റ്റേഴ്സും ഇടവകയുടെ അജപാലന ശുശ്രൂഷകളില് ഏറ്റവും ത്യാഗനിർഭരമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്നു. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ആധ്യാത്മിക ചൈതന്യം ഉൾക്കൊണ്ട ഞങ്ങളുടെ സന്യാസ സമൂഹം 1733 തൃക്കാത്ത് എന്ന സ്ഥലത്ത് ഇറ്റലിയിൽ സ്ഥാപിതമായി. ദരിദ്രരിൽ ക്രിസ്തുവിനെ ദർശിക്കുക എന്ന ആധ്യാത്മിക ചൈതന്യം ഉൾക്കൊണ്ട ഞങ്ങളുടെ സന്യാസ സമൂഹം 1996 കുളത്തുപുഴയിലും പിന്നീട് നിർധനരായ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി 2001 സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹോം എന്ന ഈ സ്ഥാപനം സ്ഥാപിതമായി. മാതൃഇടവകയായ കുളത്തുപുഴയിലും 50 ഏക്കർ പൂവക്കാട് എന്നീ സബ് സ്റ്റേഷനുകളിലും വിശ്വാസ പരിശീലനം, BCC യൂണിറ്റുകൾ, മറ്റു 10 സംഘടനകളുടെ എല്ലാം ഞങ്ങൾ ഇവിടെ സേവനമനുഷ്ഠിച്ചു വരുന്നു. കാരിത്താസ് ക്രിസ്റ്റി ഊർജസ് നോസ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉൾപ്രേരിതരാക്കുന്നു എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് 5 സിസ്റ്റേഴ്സും കുട്ടികളും ഇവിടെ സേവനമനുഷ്ഠിച്ചു വരുന്നു. ഇവിടെ 1899 മദർ തെരേസ ഗ്രില്ലമിഷർ ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് പാവങ്ങളിൽ പാവപ്പെട്ടവരെ സേവിക്കുന്ന ആദർശത്തോടുകൂടി ആരംഭിച്ചതാണിത്. ഇറ്റലിയിലെ അലസാന്ദ്രിയ എന്ന ഗ്രാമത്തിലാണ് ഇതിന് ആരംഭം കുറിച്ചത്. 1984 ഇത് ഇന്ത്യയിലേക്ക് വ്യാപിക്കുകയും ഇന്ന് ഞങ്ങൾക്ക് 4 സമൂഹങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 1996 മുതൽ കുളത്തുപുഴയിലും ഞങ്ങൾ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇവിടുത്തെ ഞങ്ങളുടെ ലക്ഷ്യം വിദ്യാഭ്യാസം ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് നല്ല പൗരന്മാരാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ വിദ്യാലയം ആരംഭിച്ചത്. 1996 മുതൽ ഇന്നുവരെയുള്ള സേവനത്തിൽ എല്ലാ കുട്ടികളെയും, പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് പൂർണ്ണമായ വിദ്യാഭ്യാസം നൽകുകയും അവരെ വേണ്ട വിധത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്നും പ്രവർത്തിച്ചു വരുന്നു. ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ 300-ൽ പരം കുട്ടികളുണ്ട്. PKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇന്നിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം ഞങ്ങൾ കുളത്തുപുഴയിലെ ഏരൂർ, ഐലറ എന്നീ പള്ളികളിലും വേദോപദേശം പഠിപ്പിക്കുകയും അതുപോലെ ലിറ്റർജികരമായ എല്ലാ കാര്യങ്ങളിലും പങ്കുകൊള്ളുന്നു. ഈ ചെറിയ ഇടവകയിൽ നിന്നും ദൈവവിളിയിലും ആത്മീയ പ്രകാശം പരത്തുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ വാക്കുകൾ. ഇടവകയിൽ നിന്നും നമുക്ക് സ്വന്തമായി ഒരു വൈദികനുണ്ട്. പുനലൂർ രൂപതയിലെ ബഹുമാനപ്പെട്ട തോമസ് പറയകുന്നേൽ അച്ഛൻ. കൂടാതെ 2 സിസ്റ്റേഴ്സ് നമ്മുടെ ഈ ഇടവകയിൽ ഉണ്ട്. ഇപ്പോൾ വൈദിക വിദ്യാർത്ഥിയായിട്ട് കൊത്തലങ്കോ എന്ന സന്യാസ സഭയിലുള്ള ബ്രദർ ലിജോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നതാണ്. OSJ സന്യാസ സഭയിൽ ചേർന്നിരിക്കുന്ന ഇടവകാംഗമായ ബ്രദർ അജിത്ത് ഇക്കഴിഞ്ഞ മെയ് 1 തന്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തുകയുണ്ടായി. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ 2 പെൺകുട്ടികൾ അനൗൺസിയേഷൻ കോൺവെന്റിന്റെ സിസ്റ്റേഴ്സിന്റെ സന്യാസ സഭയിലേക്ക് അർത്ഥികളായിട്ട് ചേർന്നിട്ടുണ്ട്. ഇടവക ദൈവവിളിക്ക് നൽകി കൊണ്ടുവരുന്ന പ്രോത്സാഹനങ്ങൾ ഭാവിയിൽ ഒരുപാട് പേരെ തിരുസഭയ്ക്ക് വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാവനമാകും സന്നിധിയിൽ ഒന്നു ചേർന്നിടാം, ദൈവഭയത്തോടി ബലിയിൽ പങ്കുചേർന്നിടാം.
മാനസരാ അനുതാപത്തോടെ അണയാമീ ബലിയിൽ ഈ തിരുബലിയിൽ ജീവിത ഭാരങ്ങൾ ഇറക്കി വയ്ക്കാം, ജീവന്റെ നാഥനെ സ്വീകരിക്കാം, ജീവിതയാത്രയിൽ ഫലമേകും ജീവന്റെ വചനം സ്വീകരിക്കാം, ജീവിത ഭാരങ്ങൾ ഇറക്കി വയ്ക്കാം, ജീവന്റെ നാഥനെ സ്വീകരിക്കാം, ജീവിതയാത്രയിൽ ഫലമേകും ജീവന്റെ വചനം സ്വീകരിക്കാം. പരിശുദ്ധമായ ആൾക്കാരുടെ മുന്നിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ എന്റെ പരിശുദ്ധ മാതാവ് നൽകിയ കൃപയ്ക്കായി ആദ്യം ഞാൻ മാതാവിന് നന്ദി പറയട്ടെ. 2011 ജൂൺ മാസം 14 ഞാൻ വരുന്നതായ സമയത്ത് നമ്മുടെ ഈ മാതാവിന്റെ സന്നിധിയിൽ വെച്ച് ഒരു കുടുംബം ആക്സിഡന്റ് ഉണ്ടായി. 6 വർഷക്കാലം കൊണ്ട് എന്റെ മാതാവ് ഇത്രത്തോളം എന്നെ വഴി നടത്തി, എന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ധാരാളം കൃപകൾ ചൊരിഞ്ഞു. പരിശുദ്ധ മാതാവ് എനിക്ക് അനേകായിരം അനുഗ്രഹങ്ങളെ തന്ന് കൃപയോർത്ത് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. മലകളും പുഴകളും നിറഞ്ഞ ഒരു സുന്ദരമായ ഗ്രാമമാണ് കുളത്തൂപ്പുഴ. ഇന്ന് ഒത്തിരി പിന്നോക്ക സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കുളത്തൂപ്പുഴ. അതുപോലെ ഇവിടെ ചരിത്രപ്രദമായ ഒരു ക്ഷേത്രമുണ്ട്. അത് ശ്രീ അയ്യപ്പന്റെ ക്ഷേത്രമാണ്. ഇവിടെ അനേകം ഭക്തർ വന്ന് പോവുകയും ചെയ്യുന്നു. കുളത്തൂപ്പുഴയുടെ ചരിത്രത്തിൽ ഒരു വലിയ ഏടാണ് ശ്രീ ധർമ്മശാസ്ത്ര അമ്പലം. നാനാ മനസ്സും അവിടെ വന്ന് പോവുകയും ആ ആറ്റിൽ കുളിക്കുകയും, പിന്നെ ഒരു പ്രത്യേകത, ആ കുളത്തൂപ്പുഴ ആറ്റിൽ ഒത്തിരി മത്സ്യങ്ങൾ വസിക്കുന്നുണ്ട്. അതിനെ തിരുമക്കൾ എന്നാണ് ഇവിടെയുള്ളവർ അറിയപ്പെടുന്നത്. തിരുമക്കളെ കാണാൻ അനേക ദേശത്തു നിന്ന് ആളുകൾ വന്നും പോയും ഇരിക്കുന്നു. ഇതാണ് കുളത്തൂപ്പുഴ ചരിത്രത്തിൽപ്പെട്ടത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കൊടിക്കൂറ ഉയർത്തി അവിശ്വാസികൾക്കിടയിൽ ദൈവവിശ്വാസത്തിന്റെ വിത്തുപാകിയ കുളത്തുപുഴയിലെ പരേതർ ഇവിടെ നിത്യവിശ്രാന്തി കൊള്ളുന്നു. ഞാനും പ്രാർത്ഥനാനിരതനാകുന്നു ഇവരുടെ ആത്മശാന്തിക്കായി. പ്രധാന ദൈവാലയമായ സെയിന്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക ദൈവാലയത്തിൽ 80 കുടുംബങ്ങളാണ് ഉള്ളത്. 3 കുടുംബ യൂണിറ്റുകളിലായി കുടുംബങ്ങളെ തരം തിരിച്ചിരിക്കുന്നു. ഇടവക പാരിഷ് കൌൺസിൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വികാരിയച്ചനും സിസ്റ്റേഴ്സും ചേർന്ന് ഇടവകയുടെ അജപാലന ശുശ്രൂഷകളെ മുന്നോട്ട് നയിക്കുന്നു. ഇടവകയുടെ ആത്മീയമായ എല്ലാ വഴിത്താരകളിലും ഇടവകയുടെ കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെയും ഭക്തസംഘടനകളുടെയും യുവജനങ്ങളുടെയും സാന്നിധ്യമുണ്ട്. വളരെ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു മതബോധന വിഭാഗം നമ്മുടെ ഈ ദൈവാലയത്തിൽ ഉണ്ട്. അവശരായിട്ടുള്ള ഇടവക അംഗങ്ങളോട്, രോഗികളായിട്ടുള്ള ഇടവക അംഗങ്ങളോട് പ്രത്യേക സ്നേഹം കാണിച്ചുകൊണ്ട് വളരുവാനായിട്ട് കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഓർമ്മയിൽ ഉള്ള ആദ്യത്തെ അച്ഛൻ ആൽബർട്ട് അച്ഛൻ, അത് കഴിഞ്ഞ് ആര്യച്ചൻ, അത് കഴിഞ്ഞ് തോമസ് അച്ഛൻ, അത് കഴിഞ്ഞ് ഫിലിപ്പച്ചൻ, അത് കഴിഞ്ഞ് ബൈജു അച്ഛൻ,
അത് കഴിഞ്ഞ് ബിജു അച്ഛൻ. കാലാകാലങ്ങളിൽ ഇവിടെ നിസ്വാർത്ഥ സേവനം ചെയ്ത എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹത്തോടെ ഞാനും സ്മരിക്കുന്നു. തന്റെ കഷ്ടതകളിലും ക്രിസ്തുനാമം പ്രകീർത്തിച്ച വിശുദ്ധ പൗലോസ് അപ്പസ്തോലനെ പോലെ തങ്ങളുടെ കൂട്ടായ്മകളിൽ തങ്ങളിലൂടെ ക്രിസ്തു ജീവിക്കുന്ന അനുഭവം പങ്കുവയ്ക്കുന്ന ഈ മിഷൻ പ്രദേശത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഈ ദേവാലയത്തിൽ നിന്നും ഞാൻ വിട പറയുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥാനുഗ്രഹം ഓരോ പ്രേക്ഷകനും സംരക്ഷണം നൽകട്ടെ എന്നാശംസിച്ച് ഞാൻ യാത്ര തുടരുന്നു അടുത്ത ദേവാലയത്തിലേക്ക്. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ദേവാലയങ്ങളിലൂടെ, ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി. പിൻ 680309. ഫോൺ 8606420099 91480270089.